54 എല്ലാവരും ചൊല്ലണം. ദിലീപ് റോസ് പാടിയ എല്ലാവരും ചൊല്ലണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച തമിഴ് ഹിന്ദി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മലയാളത്തിലേക്ക് മലയാള തനിമയിലേക്ക് മലയാള ഗാനശാഖയെ കൊണ്ടുവന്ന പാട്ടാണ് നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ. എല്ലാ പാട്ടുകളും നീലക്കുയില് മലയാളിത്തം അതുവരെ ഇല്ലാതിരുന്ന ആ മലയാളിത്തം കടന്നു വന്ന സിനിമയാണ് നീലക്കുയിൽ. അതിലെ എല്ലാവരും ചൊല്ലണം എന്നുള്ള പാട്ട് പ്രത്യേകിച്ച് ഒരു സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിൽ ഉള്ള ഒരു പെൺകുട്ടി ഒരു പ്രണയത്തിൽ ഒരു സമ്പന്ന സവർണ പുരുഷനായിട്ട് പ്രണയത്തിലായിരുന്നെങ്കിലും ആ പ്രണയം അവളിലേക്ക് കടന്നു ചെല്ല് അവൾ എങ്ങനെ അത് ഭാസ്കരൻ മാഷ് എത്ര തന്മയത്വത്തോടു കൂടി എഴുതി വെച്ചു. എങ്ങനെ അവൾ ആ പ്രണയം അവതരിപ്പിക്കും. എല്ലാവരും ചൊല്ലണം കല്ലാണ് നെഞ്ചിലുണ്ട്. ഞാനൊന്ന് നോക്കിയപ്പോ കുയിലിന്റെ കൂടാണ് കണ്ടത്. എന്താ പറയാ, അതാണ് അവൾക്ക് പറയാൻ പറ്റുന്നതാണ്. അവൾക്ക് അതിൽ കൂടുതൽ നീലാകാശത്തിലേക്ക് നോക്കി താരകളെ നോക്കി പ്രണയത്തിന്റെ വിവിധ വർണ്ണങ്ങളൊന്നും രചിക്കാൻ പറ്റില്ല. അവൾക്ക് കാണുന്ന അവളുടെ ദൈനംദിന ജീവിതത്തിൽ കാണുന്ന കല്ലും മണ്ണും പുഴയും ഒക്കെ തന്നെയാണ് അവൾക്ക് പറയാൻ പറ്റുന്നത്. അതിന് ഇത്ര ഭംഗിയായിട്ട് ഒരു സാധാരണ ഒരു പെൺകുട്ടി അവളെങ്ങനെ നാടൻ ശീലിൽ ആ പാട്ട് അവതരിപ്പിക്കും എന്നുള്ളത് അത്രയും മനോഹരമായിട്ടാണ് രാഘവൻ മാഷ് അവതരിപ്പിച്ചതെങ്കിൽ അതിൽ തന്നെ രാഘവൻ മാഷ് നമുക്ക് തന്ന ഒരു അത്രയും നല്ലൊരു ഗായകനാണ് കോഴിക്കോട് അബ്ദുൽ ഖാദർ. അദ്ദേഹത്തിൻ്റെയാണ് എങ്ങനെ നീ മറക്കും എന്നുള്ള പാട്ട്. രാഘവൻ മാഷ് അതിൽ പാടിയിരിക്കുന്ന പാട്ട് ഇപ്പോ ഷിബു പാടാൻ പോകുന്ന പാട്ട് അത് മറ്റൊരു രീതിയിലാണ്. അതാണെങ്കിൽ അതും നാടൻ തന്നെ, നാടൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്ക് ഒരു നറുക്ക് എടുക്കണമെന്നുള്ള പാട്ട് കായലരികത്ത് പോലെ. അതിനുശേഷം പ്രണയത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് കൊണ്ടുപോയി, അല്ലെങ്കിൽ തന്നെ നമ്മുടെ പ്രണയ ഗായകനാണ് ജഷി. പ്രണയത്തിന്റെ അത്യുന്നതങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പാട്ടാണ് വയലാറിനോട് ഒരുമിച്ച്. മറ്റത് ഭാസ്കരൻ മാഷിന്റെ കൂടെ ആണെങ്കിൽ വയലാറിനോടൊത്ത് മഞ്ജു ഭാഷിണി എഴുതിയപ്പോൾ മഞ്ജു ഭാഷിണിയുടെ ഓരോ വരികളും ഓരോ വാക്കുകളും പ്രണയം തുളുമ്പി നിൽക്കുന്നുണ്ട്. ശ്രീനാഥിന്റെ ശ്യാമസുന്ദര പുഷ്പമേ പറയണ്ട. അതില് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ ശ്യാമസുന്ദര പുഷ്പമേ എന്നുള്ള ഇതിലെ രണ്ടാമത്തെ സ്റ്റാൻസയില് എന്റെ കുങ്കുമ പാടമാകവേ ഇന്ന് കത്തിയരിഞ്ഞു പോയി വേഗം നീ വരൂ വേഗം ഈ തെയ്യെടുത്ത. അത് ഈ കാലഘട്ടത്തിന്റെ ചില സംഗീത സംവിധായകരാണെങ്കിൽ കുങ്കുമപ്പാടം കത്തുപിടിക്കുകയും നീ വേഗം ഒരു 15 വരുന്ന പോലത്തെ മ്യൂസിക് ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുക. ആ കുങ്കുമപ്പാടം വൻവി സാറ് എങ്ങനെ മനസ്സിന്റെ ആ കുങ്കുമപ്പാടം കത്തിയരികയും പ്രണയിനിയെ ആ തീകെടുത്താനായിട്ട് ക്ഷണിച്ചു വരുത്തുകയും എന്റെ മനസ്സിനെ കുളിർപ്പിക്കുമെന്ന് പറഞ്ഞ് ആ വികാരം അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് ശ്യാമസുന്ദര പുഷ്പമേ എന്ന് പറയുന്നത് മലയാള ഏറ്റവും നല്ല പ്രണയഗാനമാണ്. അതാവാൻ കാരണം ഇവർ രണ്ടുപേരും കൂടിയുള്ള ആ ഒരു സംഗമവും വാസവത്തിന്റെ ആലാപനം അത്യുജ്വലമായിട്ടുള്ള ആലാപനം. അത് കഴിഞ്ഞ് പ്രീതിയുടെ കൊന്നപ്പൂവെ നേരത്തെ ശ്രീനാഥ് ഉച്ചയ്ക്ക് കാണിക്കുന്നുണ്ടായി. ഈ കൊന്നപ്പൂവെ നാടോടി സ്കൂൾ നാടോടി ഫോക്ക് ഡാൻസുകളിൽ മുഴുവൻ ഒരു കാലഘട്ടത്തില് വന്ന് കാണിച്ചാൽ മതിയായിരുന്നു. അതായത് സ്റ്റേജിന്റെ പുറകില് ആക്ഷനായിട്ട് നിൽക്കുകയും കൊന്നപ്പൂവെ അടി തുടങ്ങുമ്പോ ഉടനെ കുട്ടി ആക്ഷനായിട്ട് കടന്നു വന്ന് ഞങ്ങളുടെ ആ കാലഘട്ടങ്ങളിൽ എന്നും കണ്ടിരുന്ന ഒരു നാടോടി നൃത്തമായിരുന്നു കൊന്നപ്പൂവെ. അപ്പൊ ഇതിലെല്ലാമുള്ള ആ ഒരു വെറൈറ്റി നോക്കിക്കഴിഞ്ഞാല് പിന്നെ അതിൽ നിന്ന് എത്രയോ വിഭിന്നമായിട്ടുള്ള ഒന്നാണ് ഫിറോസ് എടുത്ത മുരളിച്ചേട്ടന്റെ ഓത്തുപള്ളിയിൽ. ഈ ഓത്തുപള്ളിയില് അന്ന് നമ്മള് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള ഗായകരിൽ ഒരാളായിട്ടുള്ള മുരളി, ശ്രദ്ധിക്കപ്പെടാതെ പോയ മുരളി, അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പാട്ടുകളിലൊന്നാണ് ഓത്തുപള്ളിയിൽ അന്ന്. അത് ഈ തരുണത്തിൽ ഓർക്കാതെ വയ്യ. ആ പാട്ട് ഇത് രാഘവൻ മാഷാണ് സംഗീതം ചെയ്തതെന്ന് പലർക്കും അറിയില്ല. ഇതൊരു
ഇതൊരു മാപ്പിളപ്പാട്ടിന്റെ ആ ഒരു ഇതിൽ രാഗം. പക്ഷെ മലയാളത്തിലെ ഏറ്റവും നല്ല മാപ്പിളപ്പാട്ടുകൾ രചിച്ചത് ഭാസ്കരൻ മാഷും സംഗീതം കൊടുത്ത് രാഘവൻ മാഷും പാടിയിരിക്കുന്നത് പലപ്പോഴും അത് അത് വളരെ അതിശയമാണ്. അന്നത്തെ കാലഘട്ടത്തിന്റെയും അന്നത്തെ അവർ താമസിച്ചിരുന്ന സ്ഥലങ്ങളുടെ അവരിടപെട്ടിരുന്ന ആൾക്കാരുടെയും അന്ന് നിലനിന്നിരുന്ന ആ സംസ്കാരത്തിന്റെ ഒത്തൊരുമയുടെയും വലിയൊരു സിംബലാണ് ഈ ഓരോ പാട്ടുകളും. മാത്രമല്ല നമ്മുടെ ഇടക്കൊച്ചിക്കാരൻ മെഹബൂബിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള സംഗീത സംവിധായകൻ ഒരിക്കലും ചോദിച്ചു ആരാണ് മാഷിന് ഇഷ്ടപ്പെട്ട ഗായകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരുപാട് പേരുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാതോർത്തു. ദാസേട്ടൻ തുടങ്ങി, ജയചന്ദ്രൻ തുടങ്ങിയല്ല. മാഷ് പറഞ്ഞത് മെഹബൂബാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ. കാരണം മെഹബൂബ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്പോണ്ടേനിയസ് ആണ്. മെഹബൂബിന്റെ ആ പാട്ടുകൾ അതില് രാഘവൻ മാഷ് എന്ത് ഫീലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതില് ഒരു ഇഞ്ച് പോലും കുറയാതെ ഒന്ന് കൂട്ടിയ മെഹബൂബ് ചെയ്തിരുന്നത്. കഷ്ടം തെരുവില് പാടി നടക്കാനും അവിടെ തന്നെ അസ്തമിക്കാനും ആയിരുന്നു മെഹബൂബ്. അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ഗായകരിൽ ഒരാള് മെഹബൂബ് തന്നെ ആയിരുന്നു. മെഹബൂബിന്റെ ഒരു പാട്ടും കൂടി ഇവിടെ വരുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു വളരെ ഭംഗിയായിട്ട് വായിച്ചത് റിഹേഴ്സലിൽ പാടിയതാണ്. പിന്നെ കല്ലുവിന്റെ കുയിലിനെ തേടി, അത് മലയാളത്തിലെ ക്ലാസിക് സോങ്ങുകളിൽ ഒന്നാണ്. കുയിലിനെ തേടി മോള് വളരെ ഭംഗിയായിട്ട് അവിടെ പോയി കാണിച്ചുണ്ടായിരുന്നു. അതിലു വളരെ ഭംഗിയായിട്ട് പാടി. അത് മലയാളത്തിലെ എന്നും നിലനിൽക്കുന്ന ഒരു പാട്ടാണ് ഈ കുയിലിനെ തേടി. ഈ ചെറിയ കുട്ടി 60 വർഷം കഴിഞ്ഞിട്ട് എടുത്തു പാടുന്ന പാട്ടുകൾ അതൊക്കെയാണ് എല്ലാവരും ചൊല്ലണം. കുയിലിനെ തേടി മഞ്ജു ഭാഷണി ഇന്നും ആരോടെങ്കിലും ഒരു പ്രേമലേഖനം പറഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു നല്ല ഉദാത്തമായിട്ടുള്ള ഒരു പ്രേമ കാവ്യം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്ന പാട്ടുകൾ ഇതൊക്കെയാണ് മഞ്ജു ഭാഷണി. ഇല്ല എന്തായാലും അത് എഴുതുള്ളൂ. പിന്നെ വേറൊരു പാട്ട് ഞാൻ സസ്പെൻസ് കളയല്ല, പക്ഷെ അനിത പാടാൻ പോകുന്ന മഞ്ഞണി പൂനിലാവിൽ ഇത്രയും ഭംഗിയായിട്ട് ഭാസ്കരമാഷ് എഴുതി വെച്ചു. മഞ്ഞളി പൂനിലാവിൽ പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞൾ അരച്ചു വെച്ച് നീരാടുന്ന ആ ഒരു എള്ളെണ്ണ മണം കിഴക്കെ എന്നുടെ മുടിക്കെട്ട് മുല്ലപ്പൂ ചൂടിച്ച വിരുന്നുകാരൻ അത്ര ഭംഗിയായിട്ട്, അതായത് കാവ്യാത്മകത തുളുമ്പേൽക്കുന്ന ഓരോ ഭാസ്കരൻ മാഷിന്റെ പാട്ടുകൾക്കും അതേ വികാരം മനസ്സിലേക്ക്, അത് വയലാർ ദേവരാജൻ മാഷിന്റെ അവരുടെ കോമ്പിനേഷൻ ഉണ്ടെങ്കിലും ലാളിത്യം, അതായത് തബല വളരെ ചെറിയ വളരെ കുറച്ച് ലൈറ്റ് മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്ന ആളാണ് മാഷ്. അതില് യാതൊരു സംശയമില്ല. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് മഞ്ഞളി പൂനിലാവിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പാടുന്നത് രീതിയും ഫിറോസും കൂടി സ്വപ്നമാലിനി തീരത്ത്, അത് മറ്റൊരു നല്ല പ്രണയ ഊർമ്മയാണ്. ജയന്തി പാടാൻ പോകുന്ന മറ്റൊരു പാട്ട് കിഴക്ക് ദിക്കിലെ ചെങ്കണ്ണിൽ, അത് വേറൊരു ഫോക്ക് സോങ് ആണത്. മറ്റൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടാണ്. മാഷിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോ കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ ഈ കിഴക്ക് ദിക്കിലെ അല്ലെങ്കിൽ അപ്പോഴും പറഞ്ഞില്ലേ, മാഷ് തന്നെ പാടിയിട്ടുള്ള പാട്ടുകളും ഈ ഫോക്ക് ഇത്രയും ഭംഗിയായിട്ട് വളരെ കുറച്ചു പേര് ഇല്ലാന്ന് പറയാനില്ല. മലയാള ശാഖ വളരെ സമ്പന്നമാണ് എല്ലാം കൊണ്ടും. അത് വെസ്റ്റ് ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടിട്ട് ഇപ്പൊ നമ്മുടെ ദേവരായൻ മാഷിന്റെ ഒരു പോപ്പ് സോങ് കേട്ടിട്ട് അത് അന്ന് കേട്ട് ഇന്നും മനസ്സിൽ തങ്ങിയിരിക്കുന്ന ചട്ടക്കാരിയില് അങ്ങനെ അതുപോലെ തന്നെ ഹിന്ദി സോങ്സ് ഒക്കെ നമ്മുടെ ദേവരായ മാഷ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എത്രയോ ഉയരത്തിലാണ്. ഇത്രയും നല്ലൊരു പോപ്പ് സോങ് ചെയ്യാനായിട്ട് ദേവരായ മാഷിനെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒക്കെ ടാലന്റാണ്. പലരും ചോദിച്ചു മാഷ് ഇത് വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അത് ഉഷാവുദ്ദീനെ കൊണ്ട് പാടിച്ച് വളരെ ഭംഗിയായിട്ടുള്ളൊരു അത് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ എത്താം. ബാലമുരളിയിൽ പാടാൻ പോകുന്ന ഒരു പാട്ടുണ്ട്. അത് ഒരുപക്ഷെ മലയാളത്തിലെ ഡോക്ടർ ബാലമുരളീകൃഷ്ണൻ പാടി വളരെ വളരെ ഭംഗിയാക്കിയിട്ടുള്ള കണ്ണന്റെ കവിതയിലെ സിന്ദൂരകിരണത്തിൽ പറഞ്ഞത്
അതില് കൊടുത്തിരിക്കുന്ന ഭാവം, അഷ്ടപതി, അതായത് കണ്ണനും രാമനും പ്രണയം, അതിന്റെ ഓരോരോ ഭാവങ്ങളും സംഗീതത്തിൽ ചാലിച്ചാണ് അത് ബാലമുരളി തീർച്ചയായിട്ടും നമുക്ക് വേണ്ടിയിട്ട് അതേ ഭാവം പകർന്നു വരുന്ന പ്രതീക്ഷിക്കുന്നു. യഷിക്ക് എപ്പോഴും നേരത്തെ ആരോഗ്യ കമന്റ് പറഞ്ഞ പോലെ യഷിക്ക് ഈ അമ്പലവും അവിടുത്തെ ചുറ്റിക്കളികളും ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ പ്രേമരംഗങ്ങളാണ് യഷിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ പൂർണ്ണേന്ദു മുഖിയോട് അമ്പലത്തിൽ വെച്ച്, നേരത്തെ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പും കേട്ടു, അമ്പലത്തിൽ വെച്ചുള്ള കളികളായിരുന്നു അല്ലെ? മൂത്തോന്നമ്പലാണ്. അതെ, അയ്യൽ പ്രസാദവും ഇവിടെ പൂർണ്ണേന്ദു മുഖിയോട് ചോദിക്കുന്നതൊക്കെ തന്നെയാണ് പൂജിച്ച ചന്ദനം, ഇതൊക്കെയാണ് പുള്ളിയുടെ ഇടപാടുകൾ. പക്ഷെ ഇതും അതുപോലത്തെ മറ്റൊരു പ്രണയഗാനം, പക്ഷെ വേറൊരു സെറ്റപ്പില്, അപ്പോ വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒരുപാട് പ്രേമഗാനങ്ങളില് തീവ്ര പ്രണയങ്ങളുണ്ട്, ഈ പറഞ്ഞ പോലെ ലോല പ്രണയങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ മഞ്ജുഭാഷിണി ഒരു വളരെ തീവ്ര പ്രണയത്തിന്റെ അതുപോലെ ശ്യാമസുന്ദര പുഷ്പയാണെങ്കിൽ പൂർണ്ണേന്ദു മുഖിയോട് ഒരു നാടൻ ചുറ്റിക്കളി പ്രേമവും അതിന്റെ ആ ഒരു ഭാവമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പ്രീതിയുടെ മാനത്തെ മഴമുകിൽ അതുപോലെ മറ്റൊരു നല്ല ഗാനമാണ്. പക്ഷെ അധികം കേട്ട് പരിചയമില്ലാത്ത ഗാനമാണെങ്കിലും വളരെ ഭംഗിയുള്ള നല്ല പാട്ടാണ്. ഇത്രയൊക്കെയാണ് ഇതിൽ കാണുന്നത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ജഷിയെ കുറിച്ച് കുറച്ച് സംസാരിച്ചു. അപ്പോ 2 തരം ഗായകരാണുള്ളത്. ഒന്ന് നല്ല പാട്ട്, അതായത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള സിംഗർ. രണ്ടാമത്തെ പാടാൻ ആഗ്രഹിക്കുന്നത്